നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. സിവിൽ എക്സൈസ് ഓഫീസറിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ എക്സാം ഡേറ്റ് കുറച്ച് നേരത്തെ ആയി പോയോ, അതോ എക്സാം ഡേറ്റ് കറക്റ്റ് സമയത്ത് തന്നെയാണോ? നമുക്ക് ഈ ഡേറ്റ് ഒന്ന് പരിശോധിക്കാം. അതിനോടൊപ്പം തന്നെ എത്ര പേരാണ് സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷ എഴുതാനായിട്ട് കൺഫർമേഷൻ കൊടുക്കാനായിട്ടുള്ളത് എന്ന് നോക്കാം. കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ കറക്റ്റ് ആയിട്ട് എത്ര പേരാണ് എക്സാം എഴുതുന്നത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൺഫർമേഷൻ കൊടുക്കാൻ എത്ര പേര് അപ്ലൈ ചെയ്തു എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പൊ എല്ലാവരെയും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിവിൽ എക്സൈസ് ഓഫീസറിന് ആദ്യം കുറച്ച് NCA കാറ്റഗറികളുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. വ്യുമൻ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ NCA പല കാറ്റഗറികളിൽ NCA ഉണ്ട്. അതിലെ മുസ്ലിം, അതേപോലെ തന്നെ SCCC നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ക്രിസ്ത്യാനിറ്റി, അതേപോലെ വിശ്വകർമ്മ, അതേപോലെ ലാറ്റിൻ കാത്തലിക്, ഇങ്ങനെ കുറച്ച് NCA കാറ്റഗറി ഉണ്ട്. ഈ NCA കാറ്റഗറിയിൽ എത്ര പേരാണ് പരീക്ഷ എഴുതുന്നത് എന്നുള്ള സൈഡിലുണ്ട്. നോർമൽ കേസിൽ NCAക്ക് വരാറുള്ളത് പോലെ തന്നെ ഇപ്പം നമ്മുടെ ആദ്യം കിടക്കുന്നത് നമ്മുടെ വ്യുമൻ സിവിൽ എക്സൈസ് ഓഫീസർ മുസ്ലിമാണ്. അവിടെ 7573 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയുടെ SCC കാറ്റഗറിയിൽ 649 പേര് അപേക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ നോർമൽ കേസിൽ വരുന്നതാണ്. നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വന്നാൽ, പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ അപേക്ഷിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. നോക്കിയാൽ മക്കളെ, 564/2025 ഇവിടെ തൊട്ടാണ് ആരംഭിക്കുന്നത്. 564/2025 എന്ന് പറയുന്ന കാറ്റഗറി നമ്പർ നമുക്കറിയാം. അത് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കാറ്റഗറിയാണ്. മെയിലിന് വേണ്ടിയിട്ടുള്ള സിവിൽ എക്സൈസ് ഓഫീസർ. അത് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷനിലേക്കാണ്. തിരുവനന്തപുരം, കൊല്ലം, അങ്ങനെ 14 ജില്ലകളിലേക്കാണ്. അതിലെ എക്സാം ഡേറ്റ് എന്താണ് മക്കളെ? 23/5/2026 മക്കളെ. മെയ് മാസം 23-ാം തീയതിയാണ്. 83 ദിവസമാണ് ഇനി പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഏതാണ്ട് പകുതിയോട് കൂടിയിട്ടാണ് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പരീക്ഷ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ എങ്ങനെ വന്നേക്കുന്നത്? ലാസ്റ്റ് ആണ് വന്നേക്കുന്നത്. കണ്ടോ, ലാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. 2026 മെയ് മാസം അവസാനത്തോടു കൂടിയിട്ടാണ് പരീക്ഷ. 23-ാം തീയതി മറക്കാതിരിക്കട്ടെ മക്കളെ. അതിന്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിന് അഡ്മിഷൻ ടിക്കറ്റ് വരാൻ സാധ്യതയുള്ളത് മെയ് മാസം 8-ാം തീയതിയാണ്. ഇതിന്റെ സിലബസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപേക്ഷകരുടെ എണ്ണം നോക്കിയേ. തിരുവനന്തപുരം ജില്ലയിൽ 18,368 പേരാണ് അപേക്ഷിച്ചിട്ടുള്ളത്. അപേക്ഷകരുടെ എണ്ണത്തിലൊക്കെ കുറവ് പല ജില്ലകളിലും സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു സെഷനിൽ നോക്കാം. 18,368 പേരാണ് ഇവിടെ അപേക്ഷിച്ചത്, സിവിൽ എക്സൈസ് ഓഫീസർ തിരുവനന്തപുരം. ഇനി നമ്മൾ കൊല്ലത്തേക്ക് വന്നാലോ, കൊല്ലത്ത് 10,109 പേര് മാത്രമാണ് ഇവിടെ അപേക്ഷിച്ചിട്ടുള്ളത്, കൊല്ലം ജില്ലയിൽ അപേക്ഷിച്ചിട്ടുള്ളത്. ഇനി അടുത്തത് പത്തനംതിട്ട ജില്ലയിലേക്കാണ് വരുന്നതെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ ആകെ അപേക്ഷകർ 6,018 മാത്രമാണ്. വളരെ കുറവ് അപേക്ഷകരാണ്, 6,018 പേരേ ഉള്ളൂ. ഇനി അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്ക് വന്നാൽ 7,572 പേരാണ്. കോട്ടയം ജില്ലയിൽ 7,203 പേര്. ഇടുക്കി ജില്ലയിൽ 7,584. എറണാകുളം ജില്ലയാണെങ്കിൽ 11,604. എറണാകുളവും തിരുവനന്തപുരവുമാണ് അത്യാവശ്യം കൂടുതലുള്ളത്. തൃശ്ശൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 7,520. പാലക്കാട് ജില്ലയിലും കൂടുതലാണ്, 11,622 പേരുണ്ട്. മലപ്പുറം ജില്ലയാണെങ്കിൽ 10,132 പേര്. കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും 11,552 പേരാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. വയനാട് ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ വയനാട് ജില്ല 5,254 പേരാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലേക്കാണ് വരുന്നതെങ്കിൽ കണ്ണൂർ ജില്ലയിൽ 8,022 പേര്. കാസർഗോഡ് ജില്ലയാണെങ്കിലോ 5,351 പേര്. ഇതാണ് സിവിൽ എക്സൈസ് ഓഫീസർ. പിന്നെ ബൈ ട്രാൻസ്ഫറും വന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ബൈ ട്രാൻസ്ഫർ വന്നിട്ടുള്ളത്. മക്കളെ, ഇതിന്റെ ഡേറ്റ് കൃത്യമായിട്ട് നോക്കി വെച്ചോണേ. ശനിയാഴ്ച ദിവസമാണ് മെയ് മാസം 23 എന്ന് പറഞ്ഞാൽ ഇനി നമ്മുടെ മുൻപിൽ കൃത്യമായിട്ട് ഏതാണ്ട് 83 ദിവസം പ്രിപ്പറേഷന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളുടെ ജില്ല ഏതാണ് എന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടോണേ. ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇട്ടോണേ. നിങ്ങളുടെ ജില്ല ഏതാണ്? നിങ്ങളുടെ ജില്ലയിലെ ആപ്ലിക്കൻസ് എത്രയാണ്? കോമ്പറ്റീഷൻ എങ്ങനെയാണ്? നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്തേക്കാം? ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ഇട്ടേക്കാം. ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്തവർക്ക് ഒരു വലിയ അവസരമാണ് പഠിച്ചു തുടങ്ങാനായിട്ട്. അതിനു വേണ്ടിയിട്ട് ഓപ്പറേഷൻ കാക്കി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. വളരെ കുറച്ച് സീറ്റുകൾ കൂടി മാത്രമേ ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് അത് ഒന്നിൻ്റെ അല്ല, എല്ലാത്തിൻ്റെയും, അതായത് CPO ആയിക്കോട്ടെ, WCP ആയിക്കോട്ടെ, ഫയർമാൻ ആയിക്കോട്ടെ, സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒക്കെ സ്പെഷ്യൽ ടോപ്പിക് അടക്കം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ കവർ ആകുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് അവിടെ ഒരു ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കും. ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കാണും. ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് അവിടെ കാണും. ദെൻ അതേപോലെ പരമാവധി ചോദ്യങ്ങൾ
PDF നോട്ടുകൾ, ഇങ്ങനെ എല്ലാം അടങ്ങുന്ന ഒരു ബാച്ചാണ്. ധൈര്യമായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യണം. അല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഒരു നമ്പർ കാണാനായിട്ട് പറ്റും, 8281223366. ഈ നമ്പറിലേക്ക് വിളിച്ചാലും മതി. 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചാലും മതി. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോ. ഇനിയും വെയിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ അവസരം നിങ്ങൾ പാഴാക്കരുത്. നമുക്ക് ക്ലാസ്സിൽ കാണാം.